ഇപ്പം ഞാൻ ഓപ്പണിംഗ് ഇറങ്ങുന്നതും ബോളിംഗ് ചെയ്യുന്നതും എന്നെ കുറേ പേര് കളിയാക്കി എൻ്റെ കൂട്ടുകാർ. ഈ ക്യാപ്റ്റൻ ആയതുകൊണ്ടല്ലേ ഫസ്റ്റ് ബോളിങ്ങും ഫസ്റ്റ് ബാറ്റിങ്ങും ചെയ്യുന്നത്. അതൊരു സത്യമുണ്ട്. ക്യാപ്റ്റൻ രാജീവ് പിള്ള എന്തുകൊണ്ട് ടീമില്ല? രാജീവ് പിള്ള ഇന്നലെ പറഞ്ഞത് എന്നെ ആ തീരുമാനം വളരെയധികം വിഷമിപ്പിച്ചു. ഞാൻ ഓണറുമായിട്ട് സംസാരിച്ചു, എനിക്ക് റിപ്ലൈ കിട്ടിയില്ല. പക്ഷേ NOC ചോദിച്ചപ്പോൾ എനിക്ക് ആ സ്പോട്ടിൽ NOC തന്നു. എന്നെ പുറത്താക്കിയതുപോലെയാണ് ഫീൽ ചെയ്യുന്നതാണ് രാജീവ് പിള്ള പറഞ്ഞത്. എന്തുകൊണ്ടാണ് അത്തരത്തിലുള്ള തീരുമാനം? ഒരു ഘട്ടത്തിൽ രാജീവ് പിള്ള വേഴ്സസ് അതർ ടീം, അതായത് കേരള സ്ട്രൈക്കേഴ്സിന് ഒരു ഘട്ടത്തിലെ അവസ്ഥ, അത്തരത്തിലൊരാൾ എന്തിനാണ് ഇന്റർവ്യൂ ആയിരുന്നു ഇതൊക്കെ ഇന്റർവ്യൂലാണ് പറഞ്ഞത്. ഒരു ചാനലുമായി ഓക്കെ ഓക്കെ. ഐ ഹാവ് എ ഫീലിംഗ് ദാറ്റ് അങ്ങനെ മാനേജ്മെൻറ്റിൻ്റെ അടുത്ത് നിന്ന് മറുപടികൾ കിട്ടിയിട്ടില്ല എന്ന് എനിക്കറിയില്ല. ബിക്കോസ് ഞാൻ അതിൽ ഇൻവോൾവ് പുള്ളിക്ക് അങ്ങനെ ഒരു പരാതി ആയിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് വെരി സാഡ് ആക്ച്വലി. രാജീവ് ഡെഫിനറ്റ്ലി ബീൻ എ ഗ്രേറ്റ് പ്ലെയർ. ഓക്കെ, എനിക്ക് പേഴ്സണലി കിട്ടിയ പ്ലെയേഴ്സ് ഈ ടൂർണമെൻറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനും ഒരുപാട് പേര് നമ്മളെ കോൺടാക്ട് ചെയ്ത് കേരള സ്ട്രൈക്കേഴ്സിന് വേണ്ടി കളിക്കാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പ്ലേയേഴ്സ് ഉണ്ട്. സോ എൻ്റെ ക്യാപ്റ്റൻഷിപ്പിൽ അല്ലെങ്കിൽ നമുക്ക് കിട്ടിയ ഓപ്ഷൻസിൽ നിന്ന് ഒരു നല്ല ടീം തിരഞ്ഞെടുക്കാൻ സാധിച്ചു. ഈ ടീം കണ്ടിന്യൂസ് ആയിട്ട് പ്രാക്ടീസിന് വന്നു. ആൻഡ് അവരുടെ പാർട്ടിസിപ്പേഷൻ്റെ ഭാഗമായിട്ട് കോച്ചുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ നടത്തിയ ഒരു 15ഓളം മാച്ചസ്. ലൈക്ക് ദിസ് ടൈം ഇറ്റ് വാസ് ഈവൻ ഒരു നോർമൽ ക്രിക്കറ്റിംഗ് പ്രാക്ടീസ് അല്ലാതെ മാച്ച് പ്രാക്ടീസാണ് നമ്മൾ കൂടുതൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തത്. നിങ്ങൾ കണ്ടു കാണും ഒരുപാട് കോർപ്പറേറ്റ് ടൂർണമെൻറ്റ്സും അങ്ങനെ ഈവൻ CCL പാർട്ടിസിപ്പേഷനൊക്കെ നമുക്ക് ഒരുപാട് ഗുണം ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ബേസിസിലാണ് പ്ലെയേഴ്സിനെ നമ്മളിതിൽ സെലക്ട് ചെയ്തത്. ദാറ്റ് ഈസ് ഒരുപാട് പേർക്ക് ഞാൻ പറഞ്ഞു ഇതിൽ 20-22 പേരുണ്ട്. ഗ്രൗണ്ടിൽ ഇറങ്ങുന്നത് 11 പേരേ ഉള്ളൂ. അപ്പോൾ ഇതിൽ വേറെ ഒരു നമ്മുടെ സൈഡിൽ നിന്ന് ഒരു പ്ലെയറിനെ മാറ്റി നിർത്താനോ അല്ലെങ്കിൽ ഇനി NOC കൊടുത്തിട്ട് രാജീവ് ആദ്യമായിട്ട് ഐ തിങ്ക് രാജീവ് ഇതിന് മുന്നേ മുംബൈ ഹീറോസിന് വേണ്ടി കളിച്ചിട്ടുണ്ട്. സോ ദിസ് ഇസ് നോട്ട് ദ ഫസ്റ്റ് ടൈം. അപ്പോൾ ആരെങ്കിലും അങ്ങനെ പുള്ളിനെ കുറ്റപ്പെടുത്തി സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ഐ ഡോണ്ട് തിങ്ക് ഇറ്റ്സ് ഫെയർ. ബിക്കോസ് ഒരു പ്ലെയറിന് ഏത് ടീമിന് വേണ്ടി കളിക്കാനുള്ള ഒരു ഫ്രീഡം ഉണ്ട്. ഒരു നാഷണൽ ടീമൊന്നുമില്ല, ഇറ്റ്സ് എ ക്ലബ് ക്രിക്കറ്റ് സ്പേസിലാണ് പോകുന്നത്. സോ ഐ തിങ്ക് ഇറ്റ്സ് അൺഫെയർ ഇഫ് ഈസ് ഗോയിങ് ത്രൂ എനിത്തിങ് ലൈക്ക് ദാറ്റ്. ഇപ്പോൾ ഞാനും കേരള സ്ട്രൈക്കേഴ്സിനെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ ഫാൻസിനോടും അല്ലെങ്കിൽ ക്രിക്കറ്റ് ഇഷ്ടപ്പെടുന്ന എല്ലാവരോടും പുള്ളിനെ ഇങ്ങനെ ഒറ്റപ്പെടുത്തി സംസാരിക്കുന്നത് ശരിയല്ല എന്നാണ് എൻ്റെ വിശ്വാസം. അറ്റ് ദ സെയിം ടൈം കേരള സ്ട്രൈക്കേഴ്സ് എന്നൊരു ടീമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതൊരു ക്രിക്കറ്റ് ഒരു ടീം സ്പോർട്ടാണ്. ക്രിക്കറ്റ് ഒരു ടീം സ്പോർട്ട് ആയതുകൊണ്ട് ഞാൻ പേഴ്സണലി അറ്റ് ദ സെയിം ടൈം ഈ ടീം ഏത് ക്രിക്കറ്റ് ഫോളോ ചെയ്യുന്ന ആൾക്കാർ നമ്മൾ റാങ്കിങ്ങും മറ്റു കാര്യങ്ങളൊക്കെ ഇറ്റ്സ് ഫെയർ. ബട്ട് എന്നെ സംബന്ധിച്ച് കേരള സ്ട്രൈക്കേഴ്സ് ഒരു മാച്ച് ജയിച്ചപ്പോൾ മദൻ മോഹന് ഞാൻ കൊടുക്കുന്ന അതേ വാല്യൂ ആണ് ഞാൻ പ്രചോദേട്ടൻ്റെ ആ സിംഗിളിന് കൊടുക്കുന്നത് ആസ് എ ക്യാപ്റ്റൻ. ബിക്കോസ് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. അഖിൽ മാരാർ ബ്ലോക്ക് ചെയ്ത 3 ബൗണ്ടറീസിന് ഞാൻ അത്രയും വാല്യൂ കൊടുക്കുന്നത് ബെന്നി ഭായ് എടുത്ത 3 വിക്കറ്റിനെ കൊടുക്കുന്നത്. ഇൻ എ കളക്റ്റീവ് സ്പേസ് എന്നെ സംബന്ധിച്ച് ഒരു ടീം പെർഫോമൻസ് ആണ് എപ്പോഴും ബെറ്റർ. ഇറ്റ് ഈസ് വെരി എൻകറേജിങ് ഫോർ അസ് ആസ് എ ടീം ദാറ്റ് ഞങ്ങളുടെ ടീമിൽ ഇമ്പോർട്ടൻറ്റ് പൊസിഷൻ ഹാൻഡിൽ ചെയ്യുന്ന ആൾക്കാർ പെർഫോം ചെയ്യുന്നുണ്ട്. ഇറ്റ്സ് ലൈക്ക് ഞാനാണെങ്കിലും ഇപ്പം ഞാൻ ഓപ്പണിംഗ് ഇറങ്ങുന്നതും ബോളിംഗ് ചെയ്യുന്നതും എന്നെ കുറേ പേര് കളിയാക്കി എൻ്റെ കൂട്ടുകാർ. ഈ ക്യാപ്റ്റൻ ആയതുകൊണ്ടല്ലേ ഫസ്റ്റ് ബോളിങ്ങും ഫസ്റ്റ് ബാറ്റിങ്ങും ചെയ്യുന്നത്. അതൊരു സത്യമുണ്ട്. വളരെ സീരിയസ് നോട്ട് CCL ഫോർമാറ്റ് കുറച്ച് കാറ്റഗറി മെയിൻറ്റെയിൻ ചെയ്യാൻ നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട്. കാറ്റഗറി റൂൾസ് അങ്ങനെയൊക്കെ. അത് കഴിഞ്ഞ ദിവസം അഖിൽ എനിക്ക് തോന്നുന്നു ഫസ്റ്റ് മാച്ച് കഴിഞ്ഞപ്പോൾ അഖിൽ ഒരു ഡീറ്റെയിൽ ഒരു വീഡിയോ ഒക്കെ ഇട്ടിരുന്നു. കുറേ പേർക്ക് CCL എങ്ങനെയാണ് ക്രിക്കറ്റിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്ന് മനസ്സിലാകും. ബിക്കോസ് A കാറ്റഗറി ഉണ്ട്, B കാറ്റഗറി ഉണ്ട്. ഈ കാറ്റഗറി അഗൈൻ ബൈഫർക്കേഷൻ ഇൻ ടേംസ് ഓഫ് റെപ്യൂട്ടേഷൻ അല്ല, ഇറ്റ്സ് ഇൻ ടേംസ് ഓഫ് നിങ്ങൾ സിനിമയിൽ നിന്ന് ക്രിക്കറ്റിലേക്ക് പോയതുകൊണ്ട് ഈ സെലിബ്രിറ്റി ക്രിക്കറ്റ് ലീഗ് എന്ന് പറഞ്ഞുകൊണ്ട് ഇവർക്ക് TRPയും കുറച്ച് വ്യൂവർഷിപ്പ് ഒക്കെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് താരങ്ങൾ ഫസ്റ്റ് സീസൺ നിങ്ങൾ ശ്രദ്ധിച്ച് കാണും. ഇവർ മെനി ആക്ടേഴ്സ് കമ്മിങ് ലൈക്ക് പ്രോമിനൻറ്റ് സ്പേസിൽ നിൽക്കുന്നത്. പിന്നെ അവരുടെയൊക്കെ തിരക്കും ഒരുപാട് വിഷയങ്ങളുണ്ട് ഇതിൽ. എന്നെ സംബന്ധിച്ച് ക്രിക്കറ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്.
എൻ്റെ കോച്ച് പറഞ്ഞു എനിക്ക് കുറച്ച് ഭ്രാന്താണ്. അതേപോലെ ഇവർക്ക് എല്ലാവർക്കും ഉണ്ട്. ഇതിന് എല്ലാവരും സമയം കണ്ടെത്തി ഇഞ്ചുറീസ് ഒക്കെ ഓക്കെ സ്റ്റിൽ ഫിഗർ ഇറ്റ് ഔട്ട് എന്നൊക്കെ ഒരുപാട് ചിന്തകൾക്ക് ശേഷമാണ് ഈ ക്രിക്കറ്റ് കളിക്കാൻ പറ്റുന്നത്. സംടൈംസ് ഒരുപാട് പേര്, ഇപ്പോൾ രാജീവ് പിള്ള എന്നൊരു വ്യക്തിനെ പ്ലെയറിനെ മാറ്റി നിർത്താൻ അങ്ങനെയൊന്നുമില്ല. ഇതിൽ ഒരുപാട് പ്ലേയേഴ്സും ഉണ്ട്. വാട്ട് ഐ എം ട്രൈങ് ടു സേ, ഒരു ടീം ഡിസൈഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പുറമേ കിട്ടുന്ന ഒരു സൂപ്പർ സ്റ്റാറും ഒക്കെ ഒന്നും ഇൻ്റർനൽ ടീമിലില്ല. ടീമിൽ ഞാനും ക്യാപ്റ്റനായതുകൊണ്ട് തന്നെ ഞാനും ഇപ്പം നിലവിൽ ടീമിൽ കളിക്കാൻ സ്പേസ് ഇല്ലാത്ത പ്ലെയറും സെയിമാണ്. ജസ്റ്റ് കോട്ടിങ് ഇറ്റ് ബിക്കോസ് രാജീവിനെ ഒറ്റപ്പെടുത്തി സംസാരിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള പരിപാടി. രാജീവ് വെൻറ്റ് അഹെഡ് ബിക്കോസ് രാജീവ് ഒരുപാട് ക്രിക്കറ്റ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ കേരള സ്ട്രൈക്കേഴ്സ് എന്നൊരു ടീം ആ സമയത്ത് ഇപ്പോൾ NOC കുറിച്ച് എനിക്കറിയില്ല, ഞാനല്ല കൊടുക്കേണ്ടത്. അങ്ങനെ NOC കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് അയാൾക്ക് ക്രിക്കറ്റിനോട് ഇഷ്ടമാണ്, ക്രിക്കറ്റ് കളിക്കാൻ ആഗ്രഹം പ്രകടിപ്പിച്ചപ്പോൾ ചിലപ്പോൾ ടീം അവർക്ക് NOC കൊടുത്തു കാണും. കൊടുത്തില്ലെങ്കിൽ പുള്ളി കളിക്കാൻ പറ്റില്ല. പിന്നെ അവിടുത്തെ ടേംസ് ആൻഡ് കണ്ടീഷൻ എന്താണെന്ന് ഇതൊന്നും നമുക്കറിയില്ല. ആസ് എ ക്യാപ്റ്റൻ ഓഫ് കേരള സ്ട്രൈക്കേഴ്സ് ഫോർ ദിസ് സീസൺ എനിക്ക് കിട്ടിയ ടീം എക്സ്ട്രീംലി കോമ്പറ്റൻ്റ് ആണ്. ഞാൻ ഒരു വ്യക്തിയെ ബേസ് ചെയ്തിട്ടല്ല ടീം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ബിക്കോസ് ഇതിൽ അങ്ങനെ കൊണ്ടുപോകാൻ പറ്റില്ല. കാറ്റഗറീസും റൂൾസും ഒരുപാട് എക്സ്ട്രീമാണ്. സോ കട്ടിങ് ഇറ്റ് ഷോർട്ട്, രാജീവ് ഇസ് എ വെരി റെസ്പെക്റ്റഡ് ആക്ടർ ആൻഡ് ക്രിക്കറ്റർ. അപ്പോൾ പുള്ളീനെ ഈ പെട്ടെന്ന് കയറി വന്ന് അറ്റാക്ക് ചെയ്യുന്നു അല്ലെങ്കിൽ ഓൺലൈൻ സോഷ്യൽ മീഡിയ ട്രോളിംഗ് ഒന്നും ശരിയല്ല. രാജീവ് നമുക്ക് എതിരെ കളിച്ചു എന്നല്ല, ഞാൻ കളിച്ചത് കേരള സ്ട്രൈക്കേഴ്സ് എന്ന ടീം മുംബൈ ഹീറോസ് എന്ന ടീമിനെതിരെയാണ്. നമ്മൾ രാജീവ് പുള്ളിക്കെതിരല്ല കളിച്ചത്. ആരും കൂടെ അങ്ങനെ കളിച്ചത്. എനിക്ക് ഒരുപാട് കൂട്ടുകാരുണ്ട്. അർജുനൊക്കെ വിളിച്ചൊന്നും തോന്നുന്നു ഇപ്പോൾ കേട്ടല്ലോ. സോ ഇറ്റ്സ് എ വെരി ഫ്രണ്ട്ലി സ്പേസ്. അതിൽ ഇത്രയും സീരിയസ് ആയിട്ട് നമുക്ക് എല്ലാവർക്കും വിഷമം ഉണ്ടാവില്ല. ബിക്കോസ് ഇത്രയും വർഷം കേരള സ്ട്രൈക്കേഴ്സിന് വേണ്ടി കളിച്ച ഒരാൾ പെട്ടെന്ന്, പക്ഷേ ഇത് പെട്ടെന്നല്ല, ഇതിന് മുന്നത്തെ സീസണിൽ പുള്ളി കളിച്ചിട്ടുണ്ട്. മേ ബി ദിസ് ദ ഫസ്റ്റ് ടൈം ഇങ്ങനൊരു ഹെഡ് ഓൺ വന്നിട്ടുണ്ടാവും. ബട്ട് ഇറ്റ് ഈസ് ഗ്രേറ്റ് ദാറ്റ് പുള്ളി പെട്ടെന്ന് ഔട്ടായി. എന്നെ സംബന്ധിച്ച് രാജീവ് പിള്ള പോലത്തെ ഒരു ഗുഡ് ക്രിക്കറ്റർ പെട്ടെന്ന് ഔട്ടാവുമ്പോൾ നമുക്ക് സന്തോഷമുള്ളൂ. നമ്മളത് ഗംഭീരമായിട്ട് സെലിബ്രേറ്റും ചെയ്തു. എന്ന് വെച്ചാൽ ആ ക്രിക്കറ്ററിനെ ഔട്ടാക്കിയതിൻ്റെ സന്തോഷമാണ്. ഇപ്പോൾ രാജീവ് പിള്ള എന്നൊരു വ്യക്തി നമ്മുടെ മുന്നിൽ വരുന്നില്ല ഒരു ഘട്ടത്തിൽ. ഈവൻ ഇൻ ദ ടീം ഇപ്പോൾ നമ്മൾ പല രീതിയിൽ പെർഫോം ചെയ്യുന്ന പ്ലെയേഴ്സ് ഉണ്ട്. പക്ഷെ ആരും കമ്പാരിസൺ സ്പേസിൽ നമ്മൾ നിർത്തില്ല. അതെൻ്റെ രീതിയല്ല. ഈ അങ്ങനെ ചിന്തിക്കുന്ന ഒരാൾ പോലും ഈ ടീമിൽ ഇപ്പോൾ കളിക്കുന്നില്ല. സോ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ഞാൻ കേട്ടു ഇവിടെ വന്നതിന് ശേഷം ഇങ്ങനെ which is unfair, and also it is unfair to even think that ഒരു ടീം ഒരു വ്യക്തിയുടെ ബേസിസിലാണ് മുന്നോട്ട് പോകുന്നത്. അത് ഈ ടീമിൽ ഇപ്പോൾ നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്ന ഒരു ടീമിൽ 1-2 പേർക്ക് കളിക്കാനുള്ള അവസരമേ കിട്ടുള്ളൂ, ഒരു സ്പേസ് എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ആ ടീമിൽ ഇപ്പോൾ ഒരു റൺ എടുത്ത പ്രചോദേട്ടൻ വെറുതെ ആയിപ്പോയി എന്ന് ഞാൻ സമ്മതിക്കില്ല, ടീം സമ്മതിക്കില്ല. അപ്പോൾ ഇന്ന് നമ്മൾ ഇൻ്റർവ്യൂ സംസാരിക്കും, അതിന് കിട്ടുന്ന അതേ റെസ്പെക്റ്റ് ആയിരിക്കും പ്രചോദേട്ടനും മണിക്കും എനിക്കും അർജുനും എല്ലാവരും. ആൻഡ് നിങ്ങൾ നോക്കുവാണെങ്കിൽ സത്യത്തിൽ കേരള സ്ട്രൈക്കേഴ്സിൻ്റെ ഈ മാച്ചിൽ ആസ് എ ക്യാപ്റ്റൻ ഐ എം എക്സ്ട്രീംലി ഹാപ്പി. ബിക്കോസ് മൾട്ടിപ്പിൾ ആൾക്കാർ ഇമ്പാക്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ദൂരെ നിന്ന് നോക്കുമ്പോൾ 1-2 ആൾക്കാരുടെ സിംഗിൾ പെർഫോമൻസിൽ മാച്ച് മുന്നോട്ട് പോയി നമുക്ക് തോന്നാം. പക്ഷേ ടീം അങ്ങനെയല്ല ചിന്തിക്കുക. സോ ഐ തിങ്ക് എനിക്ക് ഈ വിഷയത്തെക്കുറിച്ച് ഇത്രയും സംസാരിക്കാനുള്ളൂ. ബിക്കോസ് ഇനി അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല. ബിക്കോസ് ഇനി നമ്മൾ മുംബൈ ഹീറോസുമായിട്ട് കളിക്കാൻ പോകുന്നില്ല. സോ ഡെഫിനറ്റ്ലി അങ്ങനത്തെ ഒരു മാച്ച് ഇല്ലാത്ത സ്ഥിതിക്ക് ഐ തിങ്ക് ഈ ഡിസ്കഷൻ ഈവൻ ഓൺലൈൻ സ്പേസും നിർത്തുവാണെങ്കിൽ നന്നായിരിക്കും. ആൻഡ് രാജീവിനെ വെറുതെ വിടണം. ബിക്കോസ് ഐ തിങ്ക് ഇറ്റ്സ് എ ഗ്രേറ്റ് ഗൈ ആൻഡ് ഐ വിഷ് ഹിം ഓൾ ദി വെരി ബെസ്റ്റ്.